ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, ഇത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, ഇത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം, ഹാലേലൂയ പാടിടാം. ഇത്ര നാൾ നഷ്ടമായ നന്മയാണു ദൈവം, ഇത്ര നാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. ഇത്ര നാൾ നഷ്ടമായ നന്മയാണു ദൈവം, ഇത്ര നാൾ ഞാൻ വെടിഞ്ഞ മാർഗമാണു ദൈവം. എൻ്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. എൻ്റെ ഏക ലക്ഷ്യമാണു ജീവനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം, ഹാലേലൂയ പാടിടാം. നിത്യമെന്നെ കാത്തിടുന്ന താതനാണു ദൈവം, നിത്യരക്ഷ നൽകിടുന്ന പുത്രനാണു ദൈവം. നിത്യമെന്നെ കാത്തിടുന്ന താതനാണു ദൈവം, നിത്യരക്ഷ നൽകിടുന്ന പുത്രനാണു ദൈവം. കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. കൃത്തിനുള്ളിൽ വാസമാകും ആത്മനാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം, ഹാലേലൂയ പാടിടാം. ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണു ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണു ദൈവം. ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണു ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം. മനമുയർത്തി സ്വരമുയർത്തി ഹാലേലൂയ പാടിടാം, പാവനാത്മ നിറവിലെന്നും ഹാലേലൂയ പാടിടാം, ഹാലേലൂയ പാടിടാം, ഹാലേലൂയ പാടിടാം, ഹാ
അധ്യായം 16. കെങ്ക്രയിലെ സഭയിൽ ശുശ്രൂഷികയായ നമ്മുടെ സഹോദരി ഫോയിബയെ നിങ്ങൾക്ക് ഞാൻ ഫരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യത്തിലും അവളെ സഹായിക്കണം. എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലായ്ക്കും വന്ദനം പറയുവിൻ. അവർ എൻ്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, വിജാതീയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്കും വന്ദനം പറയുവിൻ. ഏഷ്യയിൽ ക്രിസ്തുവിനുള്ള ആദ്യഫലമായ എൻ്റെ പ്രിയപ്പെട്ട എപ്പൈനേത്തോസിനെ അഭിവാദനം ചെയ്യുവിൻ. നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ. എൻ്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗൃഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ. അവർ അപ്പോസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുമ്പേ ക്രിസ്ത്യാനികളായവരുമാണ്. കർത്താവിൽ എൻ്റെ പ്രിയപ്പെട്ട ആംബ്ലിയാത്തോസിന് ആശംസകൾ അർപ്പിക്കുവിൻ. ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എൻ്റെ പ്രിയപ്പെട്ടവനായ സ്താക്കീസിനും വന്ദനമേകുവിൻ. ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്ലേസിന് അഭിവാദനം നൽകുവിൻ. അരിസ്തോബുലോസിൻ്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവിൻ. എൻ്റെ ബന്ധുവായ ഹെറോദിയോന് വന്ദനം പറയുവിൻ. സർക്കീസൂസിൻ്റെ ഭവനത്തിൽ കർത്താവിൻ്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവിൻ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫേനായ്ക്കും ത്രിഫോസായ്ക്കും മംഗളം ആശംസിക്കുവിൻ. കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പേർഗിസിന് മംഗളം നൽകുവിൻ. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അവൾ എൻ്റെയും അമ്മയാണ്. അസിൻക്രീത്തോസ്, ഫ്ലേഗോൺ, ഹെർമസ്, പത്രോബാസ്, ഹെർമാസ് എന്നിവർക്കും അവരോട് കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവിൻ. ഫിലോലോഗോസിനും യൂലിയായ്ക്കും നേരേയൂസിനും അവൻ്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരോട് കൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ. ക്രിസ്തുവിൻ്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. സമാപനാശംസകൾ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണം എന്നു ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോഥെയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനും സോസിപ്പാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം.